ഹായ്, എന്താ പാട്? സുഖല്ലേ? ഇന്ന് പാലിനിട്ട് ഞാൻ വന്നിക്കണ അറിയോ നിങ്ങക്ക്? വേണ്ട, നിങ്ങളോട് കണ്ടാ മതി. അതായത് എല്ലാം ഓൺലൈൻ വഴിയാണ് ഇപ്പോൾ. ഇത് ഡെലിവറി ഓൺലൈൻ വഴിയാണ്. ഡെലിവറി എന്നല്ല, എല്ലാം എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം അടങ്ങും. കൂട്ടത്തില് നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനയും ഇബാദത്തുകളും എല്ലാം ഓൺലൈൻ വഴി ആക്കിക്കണം. അപ്പൊ അങ്ങനെ ഓൺലൈൻ വഴിയുള്ള ഒരു പുതിയ അറിവ് നമുക്ക് പുതിയതായിട്ട് ഒന്ന് അറിഞ്ഞു കളയാം. എങ്ങനെയുണ്ട്? ഒന്ന് കണ്ടോ? അസ്സാം വലൈക്കും, ജാസിയാണ്. ചിലപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ബോധിച്ചോളണമെന്നില്ല, കാരണം എൻ്റെ ഈ വേഷമായിരിക്കാം. പക്ഷേ എനിക്ക് എൻ്റെ കാര്യങ്ങൾ എനിക്ക് കുറച്ച് ആൾക്കാരിലേക്ക് എത്തിക്കണം എന്നുള്ള തോന്നിയുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പലവരും വീഡിയോസ് കണ്ടിട്ട് തന്നെയാണ് ഞാനും ഈ ഒരു പ്രാർത്ഥന പതിവാക്കിയത്, അല്ലെങ്കിൽ സമയം കിട്ടുമ്പോഴൊക്കെ പടച്ചോന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതിൻ്റെ ഒരു പോസ്റ്റ് സമയം കിട്ടുമ്പോഴൊക്കെ ആർക്ക്? പടച്ചോന് സമയം കിട്ടുമ്പോഴോ അതോ അനക്ക് സമയം കിട്ടുമ്പോഴോ? രണ്ടിലാർക്കെങ്കിലും ഒരാൾക്ക് സമയം കിട്ടുമ്പോഴാണ് ഇതൊക്കെ ചെയ്യലെന്നുള്ളത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ക്ലാസ് കറക്റ്റ് അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഇബാദത്ത് അധ്യയനം പോയി പറഞ്ഞിട്ട് ഇന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് നിങ്ങളെ മുമ്പേക്ക് എത്തിച്ചേരുക എന്നുള്ള ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നിങ്ങളെ ഇഷ്ട. ഒരു പോസിറ്റീവ് വശം എനിക്ക് നിങ്ങളോട് പറയണം തോന്നി. ഇപ്പോൾ ഏത് മതക്കാരായിട്ടെ, ഇപ്പോൾ ഹിന്ദുക്കളാണെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയി ഭഗവാനെ കണ്ട് തൊഴുതു വരുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി ഇല്ലേ, അതേപോലെ ക്രിസ്ത്യൻസ് ആണെങ്കിൽ പള്ളിയിൽ പോയിട്ട് കുരിശ് വരിച്ച് ഒക്കെ വരുമ്പോൾ ഒരു പോസിറ്റിവിറ്റി. അതേപോലെ തന്നെയാണ് എനിക്ക് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് നിസ്കരിക്കാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് കിട്ടിയ പോസിറ്റീവ് എനർജി, എനിക്ക് പടച്ചോൻ തന്ന അനുഗ്രഹങ്ങൾ, അതെല്ലാം വളരെ വലുതാണ്. നമുക്ക് ആരും ഇല്ല എന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് ഒരാളുണ്ട് എന്ന് ഒരാൾ നമുക്ക് ഉണ്ട് എന്ന് നമുക്ക് തോന്നിപ്പിക്കും. അത് കൂടാണ്ട് ഇപ്പോൾ നമുക്കിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡിപ്രഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മനസ്പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വെറുതെ റൂമിലിരുന്ന് കരഞ്ഞു മെഴുകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ദൈവത്തിലോട് കൂടുതൽ അടുക്കുക. നിങ്ങൾ അമ്പലത്തിൽ പോവുക, പള്ളി പോവുക. എന്താ ഇനി പറയല്ലേ? ഒന്നും പറയാനില്ല, ബാക്കി പറ. പള്ളി പോവുക, നിസ്കരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ നല്ലൊരു പോസിറ്റീവ് കിട്ടും. അല്ല, പള്ളി പോയിട്ട് നിസ്കരിക്കണോ? ഞങ്ങളപ്പോ ഇതിടണ്ട. ഏത് ഈ നിസ്കാരക്കുപ്പായം ഞങ്ങൾ ആണുങ്ങൾ ഇടണ്ട? എനിക്ക് വേണ്ട, വ്യക്തമായില്ല. ഇതിപ്പോ ആണുങ്ങൾക്ക് ഇടാനുള്ളതാണോ നിസ്കാരക്കുപ്പായം? പെണ്ണുങ്ങൾക്ക് ഇടാനുള്ളതാണോ? അല്ല, മനസ്സിലാവാത്തോണ്ട് ചോദിക്കാണേ, പറ. അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. പലപ്പോഴും പല പ്രയാസങ്ങളിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം എന്തെങ്കിലും ഒരു അല്ല, അത് പറയണ്ട. ഒരു പ്രയാസം എനിക്കില്ലാന്ന് മാത്രം പറയാതിരുന്നാ മതി. പ്രയാസങ്ങൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. പറ. എന്തെങ്കിലും ഒരു അയ്യോ പഠിച്ചോനെ, ഈ സമയത്ത് എനിക്ക് ഇവിടെ ഇത്ര പൈസ കൊടുക്കണമല്ലോ, ഇതെന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇവിടെ ഇത് അങ്ങനെ ചെയ്യണമല്ലോ എന്നൊക്കെ തോന്നുന്ന സമയത്ത് കറങ്ങി തിരിഞ്ഞ് എങ്ങനെയെങ്കിലും ആരെങ്കിലും മുഖേന എനിക്ക് എന്തെങ്കിലും നല്ല രീതിയിൽ അത് പഠിച്ച റബ്ബ് എത്തിച്ചു തരുന്നുണ്ട്. അതെൻ്റെ അനുഭവം കൊണ്ട് എനിക്ക് വന്നൊരു മാറ്റമാണ്. ഭയങ്കര സുഖമാണ് ഇത്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം നിങ്ങൾ നിസ്കരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് ആ സമയമാകുമ്പോൾ നിസ്കരിക്കാനുള്ള ഒരു പ്രവണത വരും. ഒരു മാസത്തെ കോഴ്സ് അത് ഇതെങ്ങനെയാണ് ഇപ്പോൾ? അല്ലെ പടച്ചോന് നേരിട്ട് പൈസ കൊടുത്തു തരുമോ? ഉണ്ടാവുമോ ഗാന്ധിജിയുടെ ഫോട്ടോ? അത് ഡോളറായിട്ടൊക്കെ കിട്ടുകയെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഇതിപ്പോൾ എങ്ങനെ ഇന്ത്യൻ മണിയായിട്ട് കിട്ടില്ലേ? ശരി, പറഞ്ഞോളി. എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ജാസി പൊട്ടിടാറുണ്ട് അല്ലെങ്കിൽ ജാസി, ഞാൻ എല്ലാ വക്തും നിസ്കരിക്കുന്ന വ്യക്തി എന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ. എനിക്ക് സമയം കിട്ടും. അങ്ങനെയൊന്നും പറയേ ചെയ്യരുത്. ഇത് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങൾക്ക് അറിയാലോ. എല്ലാ വക്തും നിസ്കരിക്കണു എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഞങ്ങൾക്ക് ആർക്കും വരില്ല. ഇജ്ജ് പറഞ്ഞോളി. കിട്ടുന്ന സമയത്തൊക്കെ നിസ്കരിക്കാറുണ്ട് ഞാൻ. അങ്ങനെ എങ്ങനെ ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ നിസ്കരിക്കലുണ്ട് ഇത്രേ? ഇതിനാണല്ലോ നിസ്കാരം, ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ നിസ്കരിക്കാൻ. ശരി, പറ. ഇപ്പോൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ബാങ്ക് കൊടുത്താൽ അത് വെറുതെ അങ്ങനെ കള്ളാക്കി കളയാറില്ല, നിസ്കരിക്കാറുണ്ട്. പിന്നെ എന്തെങ്കിലും പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് എനിക്ക് നിസ്കരിക്കാൻ പറ്റാത്തത്. പിന്നെ പൊട്ടിടുന്നത് ഒക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്, എന്തിനാണ് പൊട്ടിടുന്നത്. അപ്പം അതൊക്കെ ഞാൻ എൻ്റെ ഒരു എന്താ പറയുക, ഞാൻ ഈ ഒരു സോഷ്യൽ മീഡിയയിലായതുകൊണ്ടാണ് ഞാനതൊക്കെ ചെയ്യുന്നത്. അതിനൊക്കെ നമ്മളെ ഇസ്ലാം മതം അല്ലെങ്കിൽ എല്ലാ മതങ്ങളും വളരെ സിമ്പിളാണ്. ഞാൻ എൻ്റെ മതത്തിനെ കുറിച്ച് പറയാം. എൻ്റെ മതം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മതമാണ്. എല്ലാത്തിനും ലാവന്നല്ലേ മറ്റേ പറഞ്ഞ മാതിരി ലാവ സിമ്പിളാണ്. ലാവല്ല, വേറെ എന്തൊരു സാധനമാണത്, അത് മറന്നു. നീ പറ. ജാവ ലാവല്ല, ജാവ സിമ്പിളാണ്. പറ.
അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എനിക്കത് പറയാനാണ് ഞാൻ വീഡിയോയിൽ ഇങ്ങനെ വന്നത്. എന്താ തന്റെ റെസിപ്പിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാണ്. ട്രൈ ചെയ്ത് നോക്കിക്കോളി. അതിക്ക് എന്തൊക്കെ ഇട്ട് കൊടുക്കേണ്ടതെന്ന് കൂടി പറഞ്ഞു കൊടുക്കേ. അപ്പോൾ ഇനി ഇത് കണ്ട് കുറേ ആൾക്കാർ തെറി വിളിക്കാനും എന്നെ കുറ്റപ്പെടുത്താനൊക്കെ ഉണ്ടാവും. പക്ഷേ എൻ്റെ കാര്യങ്ങൾ ഞാൻ ആരും തെറി വിളിക്കും ചെയ്യരുതേ, ആരും കുറ്റപ്പെടുത്തും ചെയ്യരുതേ. നിങ്ങൾ പറഞ്ഞോളിന്ന് ഞാൻ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരോടും സ്നേഹസലാം. അതെന്ത് സ്ഥലമാണ് സ്നേഹസ്ഥല? അങ്ങനെ ഇറങ്ങിക്കോളൂ ഇപ്പൊ ഒരു സാധനം. അത് ശരിയാണല്ലോ. അല്ല, നിങ്ങളെ മതത്തിലുണ്ടാവും, നമ്മളെ മതത്തിൽ എന്തായാലും അങ്ങനെ സ്നേഹസലാം എന്ന് പറഞ്ഞിട്ടില്ല. അസ്സലാമു അലൈക്കും എന്നുണ്ട്, വലൈക്കും അസ്സലാം എന്നുണ്ട്. ഈ സ്നേഹസലാം എന്ന് പറയുന്നത് പുതിയതായിരിക്കും അല്ലേ? അല്ല, ഞാനിപ്പോൾ അതല്ല ആലോചിക്കണേ. പിന്നെ ആണുങ്ങൾ നിസ്കാര കുപ്പായൊക്കെ ഇട്ടിട്ട് പെരീന്ന് നിസ്കരിച്ചാൽ മതി എന്നാണ് ഇപ്പോൾ ഉബന്റെ മദ്ഹബ് പറയുന്നത്. പക്ഷേ സത്യത്തിൽ ഈ മുസ്ലിങ്ങളുടെ മദ്ഹബിൽ അങ്ങനെയല്ല പറയുന്നത്. മുസ്ലിങ്ങളുടെ മദ്ഹബിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്തറിയോ? ഒരു ദിവസം നബിയോട് ഒരു മനുഷ്യൻ ചോദിച്ചത്രേ, നബിയെ എനിക്ക് കണ്ണ് കാണാൻ കഴിയൂല, അതുകൊണ്ട് ഈ സുബഹിക്കൊക്കെ ബാങ്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ പോരെയെന്ന്. അപ്പോൾ അയാൾക്ക് അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത റിപ്ലൈ എന്താന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ആ ബാങ്ക് കേൾക്കുമെന്ന് ചോദിച്ചത്രേ. അതെ, എനിക്ക് ബാങ്ക് കേൾക്കുന്നുണ്ട് പറഞ്ഞത്രേ. അപ്പൊ ബാങ്ക് കൊടുക്കുന്നത് ഒരു പള്ളിയിലാണ്. അപ്പൊ ബാങ്ക്, ആ കേൾക്കുന്ന ബാങ്കും അയാളും തമ്മിലുള്ള ഒരു ഡിഫറൻറ്റ് അത്രയല്ലേ ഉള്ളൂ. അപ്പൊ ബാങ്ക് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പള്ളിയിൽ തന്നെ പോയി നമസ്കരിക്കണം എന്നാണ് പറയുന്നത്. ആണുങ്ങളോടാട്ടോ പറയുന്നത്. അപ്പൊ അവിടെ എവിടെയും ഒരു കിതാബിലും കണ്ടില്ല എന്ത് ആണുങ്ങളൊരു നിസ്കാരക്കുപ്പായം ഇട്ടിട്ട് സമാധാനത്തിന് വേണ്ടി പെരയിലിരുന്ന് നിസ്കരിച്ചാണ്. അപ്പോൾ പറഞ്ഞു കേട്ടില്ലേ? ഞാനും അവിടെ ഇവിടെ ഒന്നും പോണ്ട. മാസത്തിൽ ഒരു കോഴ്സാണ്, 30 ദിവസത്തെ ഒരു കോഴ്സാണത്. അപ്പോൾ അതെന്തായാലും ചെയ്യുക. എന്നാൽ എന്താവും? മനസമാധാനം കിട്ടുത്തരേ. പിന്നെ പൈസ ആരൊക്കെ പഠിച്ചോ തന്നെ നേരിട്ട് കൊടുന്നു കൊടുക്കുത്തരേ. സുഖല്ലേ നിങ്ങൾക്ക്? ഇതൊന്നുമല്ല, വേറൊന്ന് കാണിച്ചു തരാം. ഏതാറിയോ? ഈ നിസ്കരിച്ചാൻ ഒഴിവ് കിട്ടാത്തൊരു സമയമല്ലേ, ആ സമയത്തുള്ള പരിപാടി. എന്താ താത്താടൊക്കെ പൊലിവ്? അജറുൽ അസ്വദ് മുത്താ ചെല്ലണം മാരില്ല ആവേശത്തോടെ ചെല്ലണം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ പോലെ ഇഷ്ടാ. ഇനിയിപ്പോ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അതും പോട്ടെ, അതും മാറ്റി വെക്കാം. അടുത്ത ഒന്ന് കാണാം നമുക്ക്. അതൊന്നും കണ്ടോ കണി. കളിയൊക്കെ ഞാൻ ഫേസ് യോഗ ചെയ്യുമ്പോൾ ഞാൻ മിറർ ഉണ്ട് വീട്ടില്. മിററിന്റെ മുമ്പിൽ നിന്നിട്ടാണ് ഞാൻ ഫേസ് യോഗ ചെയ്യുക. ഞാൻ ഡേറ്റിംഗ് ആണ്. ആഷിഫ് ഓൾറെഡി ഡേറ്റിംഗ് എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഫേസ് യോഗ ചെയ്യുന്ന സമയത്ത് ആഷിന്റെ കളിയാക്കും. അതായത് ഫേസ് യോഗ എന്ന് പറഞ്ഞാൽ എങ്ങനെയല്ലേ? അയ്യോ വേണ്ട, അത് അതെ, ഇത് സിഗ്നലാണ്. കല്യാണം ഞങ്ങൾ ഓൾറെഡി ദുബായിന്ന് ഓൾറെഡി ഞങ്ങൾ ചെയ്തതാണ്. ഇപ്പൊ നാട്ടിൽ വലിയ ഗ്രാൻഡ് ആയിട്ട് ചെയ്യണം. പിന്നെ എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കുറച്ച് കേട്ടെ. ദുബായിന്ന് ഓരോക്കെ ചെയ്തതാണ്. ഒരു 5 കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്ത്, അടുത്ത കൊല്ലം ഗ്രാൻഡ് ആയിട്ട് ചെയ്യണം, എല്ലാരെയും വിളിക്കണം. മമ്മൂട്ടി വരും, മോഹൻലാൽ വരും, ഷാറൂഖ് ഖാൻ വരും, ഏതപ്പല കല്യാണത്തിന്. വയസ്സാം കാലത്തില്ല ഓരോ പുതിയ ഇവരൊക്കെ വിചാരം എന്താ അറിയോ? വയസ്സ് കീപ്പട്ടാ പോണെന്നാ, മേപ്പെട്ട എന്നുള്ളതല്ല. എന്തായാലും ആ ഗ്രാൻഡ് നമ്മൾ കണ്ട തന്നെ തീർന്നില്ല. ഇതും കൂടി കേട്ടോ. ഞങ്ങളിപ്പോ കുഴപ്പമില്ലാണ്ട് ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അതേപോലെ മാഷാഅല്ലാ അല്ലേ? ഇങ്ങനെ ഒരേ വൈബിൾ ആൾക്കാരാണ്. അതാണ് ഒരേ കണക്ഷൻ വൈബിൾ. ചില ആൾക്കാർ പറയും ഒരേപോലത്തെ ആൾക്കാരെ ലൈഫ് ലോങ് പോകത്തില്ല. എനിക്ക് തോന്നുന്നു ഒരേപോലുള്ള ആൾക്കാരെ ലൈഫ് ലോങ് പോവുള്ളൂ. കണക്ഷൻ വൈസ് നന്നായിരിക്കണം രണ്ടുപേരും. ഇവൻ ഞങ്ങൾ രണ്ടുപേരും വീട്ടില് ഞങ്ങളുടെ റൂം ഞങ്ങൾക്ക് സ്വർഗ്ഗമാണ്. എവിടെ പോയാലും ഞങ്ങൾക്ക് റൂമിലെത്തി. ഞങ്ങൾക്ക് കോഴിക്കോടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഇന്നലെയും കൂടി ഷൂട്ട് ഉണ്ടായിരുന്നു. ആ ഷൂട്ട് സത്യത്തിൽ എന്താ ഈ സ്വർഗം എന്ന് എനിക്ക് അറിയില്ല, അതാ പ്രശ്നം. പോലെ റൂം സ്വർഗാണ് പറഞ്ഞിട്ടാക്കണത്. ഈ സ്വർഗം എന്താന്നുള്ളത് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല. ഈ നേരത്തെ പറഞ്ഞ ആ നിസ്കാരമൊക്കെ നിലനിർത്തിയാൽ കിട്ടുന്നതായിരിക്കും സ്വർഗല്ലേ. അപ്പൊ കുഴപ്പമില്ല. മാസത്തിന്റെ ഒരു മാസത്തെ കോഴ്സായിട്ട് ഒരു മാസം നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കിട്ടും എന്ന് പറഞ്ഞില്ലേ? ചിലപ്പോ അയിപ്പെട്ട സ്വർഗമായിരിക്കും ഇതും. അപ്പൊ കുഴപ്പമില്ല, അത് ഓരോ യൂണിവേഴ്സിറ്റി. അപ്പൊ ഓല എന്താ ചെയ്യട്ടെ. നമുക്ക് ഇതും കൂടി ഒന്നും കേൾക്കാം. പെൺകുട്ടികൾക്ക് പൊതുവെ ഒരു സ്വഭാവമുണ്ട്. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ
ഇപ്പൊ എന്റെ അച്ഛനും അമ്മയും എന്നെ നോക്കി വളർത്തുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞ് വേറെ ഭർത്താവിന്റെ വീട്ടിൽ പോകുന്നു. അതാണ് എന്റെ വീട്. പിന്നെ എന്റെ അച്ഛനും അമ്മയും എനിക്ക് എന്നും ബന്ധുക്കളാണ്, അല്ലെങ്കിൽ ഞാൻ വിരുന്ന് വരുന്ന ഒരു വീടാണ്. അങ്ങനെ ഒരിക്കലും വിചാരിക്കണ്ട. നിങ്ങൾ അച്ഛനും അമ്മയും തന്നെയാണ്. നിങ്ങൾക്ക് വല്ല പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ വിളിച്ച് സംസാരിക്കുക. അവര് നിങ്ങള് ചില അച്ഛനും അമ്മയും പറയും, മോളെ നീ കെട്ടിപ്പോയതല്ലേ, നീ അവിടെ അങ്ങ് സഹിച്ചു നിൽക്കുക. അങ്ങനെ സഹിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. യുഗം മാറി. നിങ്ങൾക്ക് ഒറ്റക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാം, സിംഗിൾ മോം ആയിട്ട് ജീവിക്കാം. ഇതാ കണ്ടു പഠിക്കും ഓരോരുത്തർ. കണ്ടു പഠിച്ച് പഠിക്കാതെ നിങ്ങൾ ഇരിക്കരുത്, കണ്ടു പഠിച്ച്. കേട്ടില്ലേ? പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് പറയണത് ആരാ നിങ്ങൾ മനസ്സിലാക്കണം. ഒറ്റക്ക് ജീവിച്ച് എങ്ങനെയെന്നുള്ളത് കാണിച്ചു തരാൻ പോന്നിക്ക. എങ്ങനെ കല്യാണം കഴിഞ്ഞിട്ടേ ഞാൻ നാളെ മുതൽ ഇനിയിപ്പോ എന്താ ഇപ്പൊ അമ്മായിമാരുടെ കാര്യത്തിലൊക്കെ നിങ്ങളൊക്കെ ഓരോ തീരുമാനമാക്കിക്കോളി. കേട്ടില്ലേ? ഇപ്പൊ നിലവിൽ കാരണം അമ്മായത്തെ മോട്ടിവേഷൻ അല്ലേ എല്ലാം തേഞ്ഞ് പാത്തും തേഞ്ഞ് നിൽക്കുക. അപ്പൊ ആ മോട്ടിവേഷനുകൾ കേട്ടോളി. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കേട്ടോക്കാണി. ജാസിനെ കുറിച്ച് എന്താ അഭിപ്രായം? ജാസി നല്ല കുട്ടിയല്ലേ, എന്റെ മോളാണ്. നല്ല പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല, എനിക്കിഷ്ടം. അഭിപ്രായം ഇല്ലാത്ത കുട്ടിയാണോ മോളായിട്ട്? എന്തിനാ ഞാൻ പറയണേ, നാട്ടുകാരെ പറയുന്നുണ്ടല്ലോ എന്റെ മോളെ കുറിച്ച്. അപ്പൊ നാട്ടുകാർ തെറി പറയുന്നൊന്നും വിഷയമല്ല ഒരു മമ്മി എന്ന നിലയില്? മമ്മിയെ വിളിക്കുന്നില്ല ഇത്. മമ്മി കേൾക്കുന്നുണ്ടല്ലോ, മമ്മി കേട്ടതിന് ശേഷമാണല്ലോ മോള് കേൾക്കുന്നത്. മോളെ കുട്ടി ഏത് കുട്ടി? നാരായണൻ കുട്ടിയോ അതോ കുഞ്ഞാലിക്കുട്ടിയോ? അടച്ചോനെ കാഴ്ച പോയോ അതോ കേൾവി പോയോ? ഒരു പിടുത്തമല്ല. ഇതൊക്കെയാണ് അവസ്ഥ. ഇത് 2026 അല്ല, 2056 വന്നിട്ട് ഒരു കാര്യമല്ല. കുട്ടിയാട്ടോ, മോള് കേട്ടോ. എന്നാ പോട്ടെ കേട്ടോ. ശരി ഇട്ടോ, ബായ് ഇട്ടോ.